റസൂലുള്ളാഹി. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതേ സമയത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കാരുണ്യം ഒരു പട്ടിക്ക് ഒരു നേരത്തെ വെള്ളം കൊടുത്തത് കാരണം, ഒരു പട്ടിക്ക് അല്പം വെള്ളം കൊടുത്തത് കാരണം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടുതിരിക്കുന്ന ഒരു ഹദീസ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, ബൈനമാ റജുലൻ യംശി ബിത്വരീഖിൻ ഇസ്തദ്ദ അലൈഹിൽ അത്സു. ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, ഈ സമയത്ത് കഠിനമായ ദാഹം ആ മനുഷ്യനുണ്ടായി. ഒരു കിണർ ആ മനുഷ്യൻ കണ്ടു. ശക്തമായ ദാഹം കാരണം നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കിണർ കണ്ടു. ഫനസല ഫീഹാ, ആ മനുഷ്യൻ ആ കിണറിൽ ഇറങ്ങി ഫശരിബ, വെള്ളം കുടിച്ചു. സുമ്മ ഖറജ, പിന്നെ കരക്ക് കയറി. ഫഇദാ കൽബുൻ, അപ്പോൾ ഒരു പട്ടി യൽഹസു യർകുലു തറാമിനൽ അത്സി, കഠിനമായ ദാഹം കാരണം നാക്ക് പുറത്തേക്ക് നീട്ടിയിട്ട് മണ്ണിളക്കിക്കൊണ്ടിരിക്കുന്നു. വഖാല റജുലു, ഈ മനുഷ്യൻ പറഞ്ഞു, ലഖദ് ബലാ ഹദിഹിൽ കൽബു മിനൽ അത്സി മസലുൽ ലദീ കാന ഖദ് ബലഅ മിന്നീ. എനിക്ക് സംഭവിച്ചതുപോലുള്ള കഠിനമായ ദാഹം ഈ പാവം പട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. രണ്ടാമതും ഈ മനുഷ്യൻ കിണറിലിറങ്ങി തന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ഹുഫയിൽ ഷൂവിനകത്ത് വെള്ളം നിറച്ചു. തന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ചു. കരക്ക് കയറി പട്ടിക്ക് കുടിപ്പിച്ചു. അല്ലാഹു നന്ദി രേഖപ്പെടുത്തി. ഈ മനുഷ്യന്റെ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. സഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്ക്, മുഹമ്മദ് നബിയുടെ ദയാവായ്പും കാരുണ്യവും. ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തപ്പോൾ ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകും. പൂച്ചയെ കെട്ടിയിട്ട് കൊല ചെയ്താൽ മനുഷ്യനെ കൊന്നാലല്ല, മനുഷ്യനെ ബോംബെറിഞ്ഞാലല്ല, പട്ടിയെ പൂച്ചയെ കൊല ചെയ്താൽ, അകാരണമായി കൊന്നാൽ, മുസ്ലിമായ മനുഷ്യൻ ഈ പണി ചെയ്താൽ അവൻ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്നു, അവൻ നരകാവകാശിയായി മാറുന്നു. ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്തുണ്ട് കാരണം? ഈ മുഹമ്മദ് നബി തലപ്പാവിനകത്ത് ബോംബ് കെട്ടിയിട്ട് മനുഷ്യനെ കൊല്ലാൻ നടന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയാറില്ലേ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പറയുന്ന അഹിംസയുടെ സിദ്ധാന്ത സൈദ്ധാന്തിക നായകന്മാരെ, നമ്മുടെ ഗാന്ധിജിയൊക്കെ പോലെ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഉറുമ്പിനെ കൊല്ലരുതെന്ന് പഠിപ്പിച്ച ഒരു നബി, ഒരു മനുഷ്യൻ, ഒരു നേതാവ്, ഒരു ജേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ഉറുമ്പിനെ കൊല്ലരുത് എന്ന് പഠിപ്പിച്ച ഒരു നേതാവിനെ, ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പറയുന്നൊക്കെ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് പഠിപ്പിച്ചത് അഭിവന്യരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് ഒരിക്കൽ മറ്റു സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾ നബിയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ നബിയുടെ കൂടെയായിരുന്നു. ഈ സമയത്ത് ഞങ്ങളൊരു ഉറുമ്പിന്റെ ഗ്രാമം കണ്ടു, ഉറുമ്പിന്റെ പട്ടണം. ഈ പട്ടണത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ ആ ഉറുമ്പിൻ കൂട്ടത്തെ ഞങ്ങൾ കരിച്ചു കളഞ്ഞു, ഞങ്ങൾ കത്തിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഹറഖ ഹാദിഹി, ആരാണ് മക്കളെ ഈ ഉറുമ്പിനെ കൊന്നവൻ? ഞങ്ങൾ പറഞ്ഞു, ഖുൽനാ നഹ്നു, നബിയെ ഞങ്ങളാണ് ഉറുമ്പിനെ കൊന്നത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യംബഗി അൻ യുഅസ്സബ ബിന്നാർ ഇല്ലാ റബ്ബുന്നാർ. തീ കൊണ്ട് കരിച്ചു കളയരുത്, തീ കൊണ്ട് കരിക്കാൻ തീയുടെ യജമാനനായ അല്ലാഹുവിനല്ലാതെ അവകാശമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറുമ്പിനെ ചിത്രീകരിക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നായകൻ കാരുണ്യത്തിന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറുമ്പിനെ നോവിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നു, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കുന്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഒരു യാത്രയിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയാണ്. ഫൻതലക ലിഹാജതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ആവശ്യ നിർവഹണത്തിനായി മലമൂത്ര വിസർജനത്തിനായി ഒരു ഭാഗത്തേക്ക് പോയി. ഫറഅയ്നാ ഹിമറത്തൻ, അപ്പൊ ഞങ്ങളൊരു കിളിയെ കണ്ടു, ഒരു പ്രാവിനെ.
ഒരു കിളിയെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കാണുമ്പോൾ മഹാ രണ്ട് കിളി കുഞ്ഞുങ്ങളും കൂടെയുണ്ട്. ആ രണ്ട് കിളിക്കുട്ടികളെ, കുഞ്ഞുകിളികളെ ഞങ്ങൾ ഇങ്ങ് പിടിച്ചെടുത്തു. ഈ സമയത്ത് തള്ളപ്പക്ഷി വന്നു. ഞങ്ങളുടെ തലക്കു മീതെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. തങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഈ പക്ഷിയെ ആരാണ് വേദനിപ്പിച്ചത്? ഈ പക്ഷിയെ വേദനിപ്പിച്ചവരാരാണ്? ആ പക്ഷിക്കുഞ്ഞുങ്ങളെ പക്ഷിത്തള്ളക്ക് മടക്കി കൊടുക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ നോക്ക്, നമുക്ക് വളരെ ലളിതമെന്ന് തോന്നുന്ന, നിസ്സാരമെന്ന് തോന്നുന്ന ഒരു സംഭവം രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷിയിൽ നിന്ന് അകറ്റി മാറ്റിയപ്പോൾ കോപിഷ്ഠനായ മുഹമ്മദ് നബി പറഞ്ഞു, ആ പക്ഷിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. ഈ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി ഭീകരവാദിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ സഹോദരന്മാരെ? എന്റെ മുഴുവൻ മനുഷ്യരോടുമാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു സിദ്ധാന്തത്തിന്റെ, മതത്തിന്റെ, മറ്റു ആദർശങ്ങളുടെ വക്താക്കളായ സഹോദരന്മാരെ, മുഹമ്മദ് നബി സാഹോദര്യവും കരുണയും ദയാവായിട്ടും സാഹോദര്യവും സൗഹാർദ്ദവും മാത്രമാണ് പഠിപ്പിച്ചത്. തനിക്ക് ഭീകരതയും ബീഭത്സതയും നടപ്പിലാക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ടായി. നിങ്ങൾ നോക്ക്, മക്കം ഫതഹിന്റെ ദിവസം മുസ്ലിമീങ്ങളെ ക്രൂരമാംവിധം വേട്ടയാടിയ ശത്രുവ്യൂഹം തന്റെ കൺമുന്നിൽ വന്ന് കീഴടങ്ങിയിരിക്കുകയാണ്. താഴ്വരയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപടുത്ത മലയാളിന്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് നെഞ്ചിൽ ചുട്ടുപടുത്ത പാറക്കൽ അയച്ചുവെച്ചിട്ട് ക്രൂരമായ ചാട്ടവാറടികൾക്ക് വിധേയരാക്കിയ മക്കയിലെ ഖുറൈശ് പ്രമാണിയാണ് പലരും. മഹാനായ ഹംസത്തുൽ കർറാറിന്റെ പച്ചക്കരൽ തളച്ചുപൊട്ടിയ ഉൾപ്പെടെ വഹ്ശി ഉൾപ്പെടെ പച്ചയായി നഗ്നമാക്കി കിടത്തിയിട്ട് മുൻപോടിലൂടെ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ട് കയറ്റിയിട്ട് കൊലപ്പെടുത്തി കളഞ്ഞവർ. പ്രവാചകരെയും സഹാബാക്കളെയും നീണ്ട നാളുകൾ പട്ടിണിക്കിട്ട് വെള്ളവും ഭക്ഷണവും നിഷേധിച്ചവർ. തായിഫിന്റെ ഭൂമി, തായിഫിന്റെ മണരാരണ്യത്തിൽ തന്നെ കൂക്കി വിളിച്ച് കല്ലെറിഞ്ഞ് കാറിൽ നിന്ന് രക്തം ചീറ്റിച്ചവർ. മുഴുവൻ ശത്രുക്കളും തന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ തീങ്ങലിഞ്ഞ കുടൽമാല പാർത്തിയവർ, കൂകി വിളിച്ചവർ, താൻ ജനിച്ച നാടിൽ നിന്ന് തന്നെ ആട്ടിപ്പായിച്ചവർ മുഴുവനും പഞ്ചപ്പിച്ച് മടക്കിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് വിനയാന്വിതരായി അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ചോദിച്ചു, നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? മക്കം ഫതഹിന്റെ ദിവസം നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? എന്തു ചെയ്യണം ഇവരെ? ഈ രീതിയിൽ ഭീകര താടനമാടിയവർ, ക്രൂരമായ നിഷ്ഠൂരമായ മർദ്ദനമുറകൾക്ക് പാവപ്പെട്ട നബിയെയും സഹാബികളെയും വിധേയരാക്കിയവരെ നമ്മളാണ് എന്ത് പറയും? അവരെ അറുകൊല ചെയ്യണം, വെടിവെച്ച് കൊല്ലണം, അമ്പെയ്ത് കൊല്ലണം എന്നൊക്കെ പറയും. പറഞ്ഞു, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ പ്രതികാര നടപടികളില്ല. തീർന്നില്ല. ഇത് പറഞ്ഞപ്പോ ചില ആളുകൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇവിടെ പോലും വരാതെ മുസ്ലിമായ മനുഷ്യൻ ദൂരെ കായലോരത്ത് മാറി നിൽക്കുകയാണ്. അവന്റെ നയം എനിക്കൊരിക്കലും മാപ്പ് തരില്ല, അതുകൊണ്ട് ഈ ആത്മഹത്യ തന്നെ ശരണം. കായലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഈ മനുഷ്യന്റെ അരികിലേക്ക് ഒരു പ്രവാചകാനിയായി ഓടി വന്നിട്ട് പറഞ്ഞു, ചാടണ്ട, നിനക്ക് മുഹമ്മദ് നബി മാപ്പ് നൽകിയിരിക്കുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കോ? സാധ്യതയില്ല. അത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. എന്നാ നീ പോയി ചാടി എന്ന് പറഞ്ഞു ഈ പ്രവാചകനിയായി. ഇല്ല. അവനോട് പറഞ്ഞു, മോനെ, ഈ ദിവസം മുഴുവൻ ആളുകൾക്കും മാപ്പ് കൊടുത്തിരിക്കുന്നു, പൊതുമാപ്പ് കൊടുത്തിരിക്കുന്നു. നീ എന്റെ നായകനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? കാരുണ്യത്തിന്റെ പ്രവാചകൻ, ദയാവായ്പിന്റെ പ്രവാചകൻ, അവിടുന്ന് നിങ്ങൾക്കെല്ലാം മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എങ്കിലും എനിക്കൊരു പ്രൂഫ് വേണം, തെളിവ് വേണം. ഈ പ്രവാചകാനിയായി നബി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അന്നകളെ ആ കായലോരത്തൊരു അമുസ്ലിമായ മനുഷ്യൻ അങ്ങേ ആക്രമിച്ച, നമ്മെ പീഡിപ്പിച്ച, ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കിയ ഒരു മനുഷ്യനതാ അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശബ്ദം കെട്ടി നിൽക്കുന്നുണ്ട്. നബിയേ, അദ്ദേഹത്തോട് ഞാനങ്ങ് മാപ്പ് നൽകിയെന്ന് പറഞ്ഞപ്പോൾ, അവിടുന്ന് മാപ്പ് നൽകിയെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കുന്നില്ല ഹബീബേ. അങ്ങ് മാപ്പ് കൊടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു